ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 23-ാം ഞായർ. ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതിയാണ്. മാതാവിൻ്റെ, നമ്മുടെ സ്വർഗീയ അമ്മയുടെ ജന്മദിനം നമ്മൾ ഇന്ന് കൊണ്ടാടുന്നു. നമ്മുടെ ആരാധനാ വത്സരത്തിൽ നമുക്ക് 3 ജന്മദിന ആഘോഷങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈശോയുടെ ജന്മദിനമാണ്, അതിനെ ക്രിസ്മസ് എന്ന് പറയുന്നു. രണ്ടാമത്തേത് സ്നാപയോഹന്നാൻ്റെ ജന്മദിനമാണ്, ജൂൺ മാസം 24-ാം തീയതി നമ്മളത് കൊണ്ടാടുന്നു. മൂന്നാമത്തേത് മാതാവിൻ്റെ ജന്മദിനമാണ്, അതിനെ മേരി മാസ് എന്ന് പറയുന്നു. അത് സെപ്റ്റംബർ 8-ാം തീയതിയാണ് ആഘോഷിക്കുക. ഈ വർഷം അത് ഞായറാഴ്ച വന്നതിനാൽ അത് പ്രത്യേകമായിട്ട് ആഘോഷിക്കപ്പെടുന്നില്ല. എങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മുടെ സ്വർഗീയ അമ്മയുടെ ആ ജന്മദിനത്തിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് തയ്യാറാകാം. ഏവർക്കും ഞാനത് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. മാതാവ് നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കട്ടെ. മാതാവ് നമുക്കെപ്പോഴും മാതൃകയാകട്ടെ. മാതാവ് എന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശ്രവിക്കുക എന്നതിൻ്റെ പ്രാധാന്യമാണ്. ലിസൺ, എഫാത്ത എന്നുള്ള പദമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുക. എഫാത്ത എന്ന് പറഞ്ഞാൽ തുറക്കപ്പെടട്ടെ, നിൻ്റെ ചെവികൾ തുറക്കപ്പെടട്ടെ, നന്നായി കേൾക്കുവാൻ തക്കവണ്ണം. നിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ, നന്നായി കാണുവാൻ തക്കവണ്ണം. നിൻ്റെ ഹൃദയം തുറക്കപ്പെടട്ടെ, നന്നായി സ്നേഹിക്കുവാൻ തക്കവണ്ണം. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ തുറവിയുള്ളവരാകാനായിട്ട് നമുക്ക് ശ്രദ്ധ വയ്ക്കാം. നിരന്തരം ദൈവത്തെ ശ്രവിക്കുവാനും മറ്റുള്ളവരെ ശ്രവിക്കുവാനും നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കറിയാം, മാതാവ് ഒരു വിധത്തിൽ ഈ ശ്രവിക്കുന്ന ആ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധാലുവായിരുന്നു. മംഗലവാർത്ത അനുഭവത്തിൽ ദൈവം മാതാവിനോട് സംസാരിച്ചപ്പോൾ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടു ആ അമ്മ. തന്നോടുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ, സ്നേഹം മാതാവ് ഗ്രഹിച്ചു. തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവൾ മനസ്സിലാക്കി. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചപ്പോഴോ തന്നോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം ആ അമ്മ ഉൾക്കൊണ്ടു. അങ്ങനെ മാതാവ്, പ്രിയപ്പെട്ടവരെ, വചനത്തെ ഗർഭം ധരിച്ചു ദൈവപുത്രൻ്റെ അമ്മയായി മാറി. ആ അമ്മ നമുക്ക് എന്നും പ്രചോദനമാണ്. ശ്രവിക്കുന്ന കാര്യത്തിൽ നിരന്തരം ദൈവത്തെ ശ്രവിക്കുവാനും മറ്റുള്ളവരെ ശ്രവിക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് തയ്യാറാകാം. മാതാവിൻ്റെ മംഗലവാർത്ത അനുഭവത്തിൽ മാതാവ് ദൈവത്തെ ശ്രവിച്ചു. സന്ദർശന അനുഭവത്തിലോ മാതാവ് എലിസബത്തിനെ ശ്രവിച്ചു. മറ്റുള്ളവരെ ശ്രവിക്കുക പ്രിയപ്പെട്ടവരെ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ പ്രവാചകൻ്റെ വാക്കുകൾ കേൾക്കുക. ബാബിലോൺ പ്രവാസത്തിൽ വിഷമിച്ചിരുന്ന ജനം, ആ ജനത്തിന് പ്രത്യാശയേകുന്ന, നല്ല സ്വപ്നം കൊടുക്കുന്ന വാക്കുകളാണ് പ്രവാചകൻ അവരോട് പറഞ്ഞതായി ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും, നിങ്ങളുടെ ചെവികൾ തുറക്കപ്പെടും, നിങ്ങളുടെ നാവിൻ്റെ കെട്ടഴിയും, നിങ്ങൾ തുള്ളിച്ചാടും. ആ രീതിയിൽ പ്രപഞ്ചത്തിൽ പോലും പ്രിയപ്പെട്ടവരെ വരുന്ന മാറ്റത്തെക്കുറിച്ച് ഒന്നാമത്തെ വായനയിൽ പറയുകയാണ്. മരുഭൂമി ഒരു വലിയ തടാകമായി മാറും, മരുഭൂമി ഒരു തോട്ടമായി മാറും എന്നെല്ലാം പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്. പ്രപഞ്ചത്തിൽ പോലും വരുന്ന വലിയ മാറ്റത്തെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ ഇസ്രയേൽ ജനത്തിന് പ്രവാചകൻ ഏകിയത്. ഒരു വിധത്തിൽ അവിടെ ആ പ്രവാചകൻ്റെ ആ പ്രവചനം പൂർണ്ണമായും ഫലിച്ചത് ഈശോയിലൂടെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ മൂകനും ബധിരനുമായ മനുഷ്യനെ സുഖപ്പെടുത്തുന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രവിച്ചത്. അവിടെ സംസാരിക്കുവാനുള്ള കഴിവ്, കേൾക്കുവാനുള്ള കഴിവ്, കേൾക്കാൻ സാധിക്കുമ്പോഴാണല്ലോ ഒരു വിധത്തിൽ പറയുവാനും സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ ഈ 2 കാര്യങ്ങളും സത്യത്തിൽ പലർക്കും വേണ്ടത്ര അനുഭേദ്യമാകുന്നില്ല. നമുക്ക് ചെവി ഉണ്ടായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നില്ല. നമ്മൾ ദൈവത്തെ കേൾക്കുന്നില്ല, മറ്റുള്ളവരെ കേൾക്കുന്നില്ല, വേദന അനുഭവിക്കുന്നവരെ കേൾക്കുന്നില്ല. കർത്താവിൻ്റെ ചെവി എങ്ങനെ നമ്മളെ ശ്രവിക്കുന്നോ അതേപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചെവി കൊണ്ട്
കർത്താവിനെ കേൾക്കാനും മറ്റുള്ളവരെ കേൾക്കാനും നമുക്ക് സാധിക്കണം. അതേപോലെ നമ്മുടെ നാവിൻ്റെയൊക്കെ കെട്ടൊന്ന് അഴിയണം. നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിനൊന്ന് നന്ദി പറയാൻ, ദൈവത്തോട് വേണമെങ്കിൽ മാപ്പ് ചോദിക്കുവാൻ, ദൈവത്തോട് അപേക്ഷിക്കുവാനൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ അധരങ്ങളെ നമുക്ക് തുറക്കാം. നമ്മുടെ നാവിൻ്റെയൊക്കെ കെട്ടഴിയട്ടെ. മറ്റുള്ളവർക്ക് സുവിശേഷം അറിയാൻ, അവർക്ക് ആശ്വാസം പകരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നാവിൻ്റെ കെട്ട് അഴിയട്ടെ. ഹൃദയം തുറന്ന് സംസാരിക്കാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമുക്കറിയാമല്ലോ, നമ്മുടെ ബന്ധങ്ങളിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കേൾക്കാനും അതേപോലെ തന്നെ പറയാനുമുള്ള വലിയ കഴിവ്. എന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ ദൈവം ഒരു നാവും രണ്ട് ചെവിയുമാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മൾ പറയുന്നതിൻ്റെ ഇരട്ടി കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നാണ്. നമ്മൾ കൂടുതൽ ശ്രവിക്കുക എന്നുള്ളതാണ്. കുമ്പസാരക്കൂട്ടിലെ വൈദികൻ നിങ്ങളെ ശ്രവിക്കുക, കൗൺസിലർ നിങ്ങളെ ശ്രവിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ ശ്രവിക്കുമ്പോഴാണ് അവരെ ശരിക്കും മനസ്സിലാക്കാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. ഹൃദയം തുറന്ന് ശ്രവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. നമ്മുടെ ശാരീരികമായ ചെവി മാത്രം തുറന്നാൽ പോരാ, നമ്മുടെ ഹൃദയവും തുറന്ന് നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തെ ശ്രവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മറ്റുള്ളവരെ ശ്രവിക്കുവാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തെ ശ്രവിക്കുവാൻ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ വിശ്വാസത്താൽ നിറയുക. മറ്റുള്ളവരെ ശ്രവിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമ്മൾ സ്നേഹത്താൽ നിറയുക. നമ്മളൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കാർമ്മികൻ ചെയ്ത ഒരു കാര്യമുണ്ട്. കാർമ്മികൻ നമ്മുടെ ചെവികളെയും അതേപോലെ നാവിനെയും സ്പർശിച്ചു. ആ ചെവികളെ തൊട്ട് പറഞ്ഞു, നിനക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നിൻ്റെ ചെവികളെ തുറക്കട്ടെ. ദൈവത്തെ സ്തുതിക്കുവാനും വിശ്വാസം ഏറ്റുപറയുവാൻ തക്കവണ്ണം നിൻ്റെ നാവിൻ്റെ കെട്ട് അഴിക്കട്ടെ. അവിടെ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ട സംഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആ അനുഷ്ഠാനം നടത്തപ്പെടുക. ജ്ഞാനസ്നാനത്തിൽ തുടങ്ങി ജീവിതത്തിൽ മുഴുവനും പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം ശ്രവിക്കേണ്ടവരാണ്. അതേപോലെ നിരന്തരം ഉള്ളു തുറന്ന് സംസാരിക്കേണ്ടവരാണ്. നമ്മൾ വേണ്ടത്ര നമ്മുടെ കഴിവുകളെ ശരിക്കും വിനിയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്നേഹത്തിൽ വളരാത്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർ നമ്മുടെ സ്നേഹം അനുഭവിക്കാത്തത്. നമ്മുടെ പല കുടുംബങ്ങളുടെയും പ്രശ്നം എന്താ? കേൾക്കാൻ സാധിക്കുന്നില്ല. പറച്ചിൽ മാത്രമുണ്ട്, കേൾക്കുവാൻ ആരുമില്ലാത്ത ഒരവസ്ഥയാണ്. ഫ്രോയിഡ് ടോക്കിംഗ് കിയറിനെ കുറിച്ച് പറയുന്നുണ്ട്. നീ നിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒന്ന് പറയുക. പക്ഷേ അങ്ങനെ പറയുന്നത് കേൾക്കാൻ ആരുമില്ല എങ്കിൽ നമുക്ക് തുറന്നു പറയാനാവില്ലല്ലോ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ ശരിക്കും ഒന്ന് കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് അവർക്ക് അവരുടെ ഉള്ളിലുള്ളതെല്ലാം പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, നമ്മൾ അവരെ ഒന്ന് അനുവദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒത്തിരി ആശ്വാസം വരുക. മാതാപിതാക്കൾ മക്കളെ ശ്രവിക്കണം. നമ്മൾ സാധാരണ മാതാപിതാക്കന്മാർ പറയുന്നത് നീ പറഞ്ഞാൽ കേൾക്കണമെന്നാണ് പറയുക. പറഞ്ഞാൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിക്കുക എന്നുള്ള അർത്ഥം കൂടെ അവിടെ വരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പലരും പറഞ്ഞാൽ കേൾക്കുന്നില്ല. മക്കൾ കേൾക്കുന്നില്ല, മാതാപിതാക്കന്മാരുടെ പരാതിയാണ്. ഭാര്യ കേൾക്കുന്നില്ല, ഭർത്താവിൻ്റെ പരാതിയാണ്. ഭർത്താവ് കേൾക്കുന്നില്ല, ഭാര്യയുടെ പരാതിയാണ്. രോഗി കേൾക്കുന്നില്ല, ഡോക്ടറുടെ പരാതിയാണ്. ഞാൻ പറയുന്നതിന് ഡോക്ടർ കേൾക്കുന്നില്ല, അത് രോഗിയുടെ പരാതി. ഒത്തിരി പരാതികളാണ്. എന്നെ ആരും കേൾക്കുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വലിയ പരാതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു വിധത്തിൽ പരിഹാരം വരുന്നത് നമ്മൾ നന്നായിട്ട് കേൾക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുമ്പോഴാണ്. നമ്മുടെ ഫ്രാൻസിസ് പാപ്പ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് ഈ സിനഡാത്മക സഭയ്ക്ക് വേണ്ടിയുള്ള ആ ദൗത്യത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് ഹൃദയം തുറന്ന് ശ്രവിക്കുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. നന്നായി ശ്രവിക്കുവാൻ സാധിക്കുക, ദൈവത്തെ ശ്രവിക്കുക, പരിശുദ്ധാത്മാവിനെ ശ്രവിക്കുക, മറ്റുള്ളവരെ ശ്രവിക്കുക, നമ്മുടെ ഉള്ളിനെ പോലും ശ്രവിക്കുക. അങ്ങനെ നന്നായിട്ട് ശ്രവിച്ചുകൊണ്ട് ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ ജീവിതം ഐശ്വര്യത്താൽ നിറയുക. നമുക്ക് അതേപോലെ തുറന്നൊന്ന് സംസാരിക്കാനും സാധിക്കണം.
നമ്മുടെ നാവിൻ്റെയൊക്കെ കെട്ടൊന്നഴിയട്ടെ. നിരന്തരം ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ സാധിക്കണം, ദൈവത്തിനൊന്ന് നന്ദി പറയാൻ സാധിക്കണം. നമ്മുടെ ഉള്ള് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കേൾക്കാൻ പ്രിയപ്പെട്ടവരെ ആരുമില്ലാത്തപ്പോൾ നമുക്ക് പറയാനാവുന്നില്ല. നമ്മൾ പറയാതിരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഉള്ളിലിരുന്ന് അത് നമ്മുടെ ശരീരത്തെ പോലും രോഗാതുരമാക്കും. നമ്മുടെ ഉള്ള് ഭാരപ്പെടുമ്പോൾ അത് ശരീരത്തെയും ഭാരപ്പെടുത്തുക പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലായാലും ഇന്നത്തെ സങ്കീർത്തനത്തിലായാലും ഇന്നത്തെ സുവിശേഷത്തിലായാലും പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശവിധ ദൈവം അത് നമ്മുടെ ചെവികളെ തുറക്കുന്നു എന്നുള്ളതാണ്. ദൈവം നമ്മുടെ ചെവികളെ തുറക്കുന്നു, എന്നിട്ട് നമ്മുടെ നാവിൻ്റെ കെട്ട് അഴിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് കേൾക്കാനും പറയാനും സാധിക്കുന്നതാണല്ലോ ശരിക്കുമുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ OET ഒക്കെ പഠിക്കുമ്പോൾ അതിൽ ഒരു ഭാഷ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ് അവിടെ നമ്മുടെ പഠിത്തത്തിന് പരീക്ഷയ്ക്ക് വിഷയമായി വരുന്നത്. പറയുക, കേൾക്കുക, എഴുതുക, വായിക്കുക, 4 കാര്യങ്ങൾ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നന്നായിട്ട് പറയാനായിട്ട് സാധിക്കണം. നമ്മൾ തുറവിയുള്ളവരാകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ചെവികളെയും നമ്മുടെ ഹൃദയത്തെയും ജീവിതത്തെയും നമുക്ക് തുറന്നു വയ്ക്കാനായിട്ട് സാധിക്കണം. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ മേൽ, എല്ലാവരുടെ മേൽ നമുക്ക് ആ തുറവി ഉണ്ടാകണം. ഇന്നത്തെ 2ാമത്തെ വായനയിൽ യാക്കോബ് അപ്പോസ്തലൻ അതാണ് നമ്മളോട് പറയുന്നത്. പലപ്പോഴും നമ്മൾ മുതിർന്നവരെയും അല്ലെങ്കിൽ ഉയർന്നവരെയൊക്കെ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും താഴെയുള്ളവരെയോ നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ നമ്മൾ പലപ്പോഴും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നു. ആ രീതിയിലുള്ള വേർതിരിവുണ്ടാകരുത്. ദൈവം ഒരിക്കലും ഒരു വേർതിരിവ് കാണിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പുലർത്താൻ നമുക്കെല്ലാം സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാവിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രഭാഷണം ആരംഭിച്ചത്. മാതാവ് നിരന്തരം ശ്രവിക്കുവാൻ ശ്രദ്ധിച്ചവളാണ്. നിരന്തരം ദൈവത്തെ ശ്രവിക്കുവാൻ, നിരന്തരം തൻ്റെ പ്രിയപുത്രനെ ശ്രവിക്കുവാൻ ശ്രദ്ധ വെച്ചവളാണ്. ഉദാഹരണമായിട്ട് കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവിനോട് ഈശോ പറയുക, എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി ആയിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ആ പറച്ചിൽ മാതാവ് ശ്രദ്ധയോടെ കേട്ടു. അതിന് പ്രത്യുത്തരമായിട്ടാണ് മാതാവ് ചെന്ന് അവിടുത്തെ ഭൃത്യന്മാരോട് നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നത്. ഇത് എൻ്റെയും നിൻ്റെയും കാര്യമല്ല, അവരുടെ കാര്യമല്ലേ എന്ന് പറഞ്ഞതിന് പ്രത്യുത്തരമായിട്ട് മാതാവ് ചെന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. എൻ്റെ സമയം ഇനി ആയിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമ്പോൾ സമയമാകുന്നത് എപ്പോഴാണെന്നറിയാവോ? ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറപ്പെടുമ്പോഴാണ്. മാതാവ് അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുക. അവർ ചെന്ന് അവൻ പറഞ്ഞത് കേട്ടു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ ഭരണികൾ വക്കോളം നിറച്ചു എന്ന് പറയാം. അതായത് കർത്താവിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവിൻ്റെ അത്ഭുതം നടക്കുക, അവർക്ക് വേണ്ട വീഞ്ഞ് അവിടെ ലഭിക്കുക. നമുക്ക് ഇന്ന് പ്രിയപ്പെട്ടവരെ ആ മാതാവിനെ അനുകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. മാതാവിനെ പോലെ ശ്രദ്ധിച്ച്, നന്നായിട്ട് ശ്രവിച്ച്, നന്നായിട്ടൊന്ന് മനസ്സിലാക്കി നന്നായി പ്രത്യുത്തരമേകുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവത്തിന് പ്രത്യുത്തരമേകാൻ, മറ്റുള്ളവർക്ക് പ്രത്യുത്തരമേകാൻ നമുക്ക് ശ്രദ്ധ വയ്ക്കാം. വിശ്വാസം നിറഞ്ഞവരായി, സ്നേഹം നിറഞ്ഞവരായി വളരുവാൻ, ജീവിക്കുവാൻ അപ്പോഴാണ് നമുക്ക് സാധിക്കുക. നാം അർപ്പിക്കുന്ന ഈ ബലിയിലൂടെ നമ്മിലേക്ക് കടന്നു വരുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ബലഹീനതകളെല്ലാം അകറ്റട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും ഓർത്ത് നാണിച്ചിരിപ്പുണ്ടെങ്കിൽ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ, സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ബലഹീനതകളിൽ വിഷമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ആ ബലഹീനതകളെല്ലാം തിരുത്തട്ടെ. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്വതന്ത്രരാക്കട്ടെ, നമ്മളെ വിമോചിപ്പിക്കട്ടെ. കർത്താവ് നമ്മളോട് വീണ്ടും വീണ്ടും പറയട്ടെ, എഫാത്ത. ആ വചനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ, കർത്താവ് അരമൈക്ക് ഭാഷയാണ് സംസാരിച്ചിരുന്നത്. ആ അരമൈക്ക് ഭാഷയിൽ തന്നെ ആ വചനം പറയുമ്പോൾ അതിൻ്റെ വലിയ ശക്തി നമുക്ക് ഓർക്കാം. ഭാവിയുടെ നേരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. ദൈവത്തിന് നേരെ നമ്മുടെ ജീവിതം തുറക്കപ്പെടട്ടെ.
മറ്റുള്ളവരുടെ നേരെ നമ്മുടെ ഹൃദയം തുറക്കപ്പെടട്ടെ. അങ്ങനെ തുറക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഈശോയുടെ നല്ല ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. മാതാവിൻ്റെ മധ്യസ്ഥം ഏവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ.